സമയാസമയങ്ങളിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് സംഭവിക്കും, ഒരു കുറവും ഇല്ലാണ്ട് സംഭവിക്കും. അതുകൊണ്ട് എനിക്കറിയാം എപ്പോഴാണ് അനുഗ്രഹം കൊടുക്കണം. ദേവന്മാർ ഇവിടെ നിൽക്കണമെന്നില്ല, പൊക്കോളൂ. ഇതാക്കപ്പോൾ ദേവന്മാർക്ക് ആകെ സങ്കടമായി. ഇതെങ്ങനെയാ ഇനിയിപ്പോ ഭഗവാനെ കൊണ്ടൊന്ന് അനുഗ്രഹിപ്പിക്കുക. അതിനെന്താ മാർഗമുള്ളത്? ഈ ഭഗവാൻ അനുഗ്രഹിക്കണമെങ്കിൽ നീ പാർവതീദേവി വിചാരിക്കണം. ഭഗവാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാർവതീദേവിക്ക് ഭയമുണ്ട്. ഭാര്യയെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഭഗവാൻ അപ്പൊ നിശ്ചയിച്ചു. ഭഗവാൻ തീരുമാനിക്കണമെങ്കിൽ പാർവതീദേവി പറയണം. പറഞ്ഞാൽ അതിനിപ്പോ പാർവതീദേവിയോട് പറയാൻ പറ്റിയ ആരാളുള്ളത്? പാർവതീദേവിയോട് പറയാനായിട്ട് ആരാളുള്ളത്? ഇവിടെ പറ്റിയ ആരെങ്കിലും ഉണ്ടോന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കഴിഞ്ഞപ്പോ മനസ്സിലായി, നാരദനെ കഴിഞ്ഞിട്ട് വിദ്യാർത്ഥി വിഷയങ്ങൾ പോയി പറയാൻ പറ്റിയ ആളുള്ളൂ. നാരദരെ ഇങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയട്ടെ. നാരദനെ വിളിച്ചു ദേവന്മാര്. നാരദരെ എങ്ങനെയെങ്കിലും പോയിട്ട് ഭഗവാനെ കൊണ്ടൊന്ന് അനുഗ്രഹിപ്പിക്കണം, അർജുനനെ അനുഗ്രഹിപ്പിക്കണം. അപ്പൊ നാരദര് ചെന്ന് ഭഗവാനോട് കാര്യങ്ങൾ പറയാന്നല്ല നിശ്ചയിച്ചത്. നേരെ പാർവതീ ദേവിയുടെ അടുത്താ പറയാൻ പോയത്. എന്നാ പാർവതീ ദേവിയുടെ അടുത്ത് ചെന്നു. ദേവി എന്താ അങ്ങനെ മുഖത്തൊരു സന്തോഷം ഇല്ലാതെ കണ്ടിരിക്കണത്? ആരാ പറഞ്ഞത് എനിക്ക് സന്തോഷമില്ലാണോ? നല്ല സന്തോഷമുണ്ട്. ഇല്ല, എനിക്കൊരു സംശയമുണ്ട്. എന്താണ്? ഇല്ല, ഇപ്പൊ ഭഗവാന് ദേവിയോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ലേ എന്നൊരു സംശയം. എന്താ അങ്ങനെ തോന്നാൻ? ഇല്ല, ഈ ദേവിയെ വിളിച്ചൊരു ഭക്തൻ ഇശി കാലായിട്ട് തപസ് ചെയ്യുന്നുണ്ട്. എന്നെ വിളിച്ചോ? എന്നെ വിളിച്ചാരും തപസ് ചെയ്യണില്ലല്ലോ. അല്ല, ദേവിയെ വിളിച്ച ഒരാളെ തപസ് ചെയ്യുന്നുണ്ട്. അതാരാത്? അർജുനൻ. അർജുനൻ എന്നെയല്ല, ഭഗവാനല്ലേ വിളിക്കണത്. അല്ലല്ല, ദേവി കേൾക്കാത്തോണ്ടാ. എന്താ അർജുനൻ വിളിക്കണതെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഭഗവൻ പാർവതി കാന്ത. ആദ്യം പാർവതി എന്നാ വിളിക്കുക, പിന്നെ കാന്താന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ആരെയും ആദ്യം വിളിക്കണത്? പാർവതി ദേവിയെ. ഇപ്പൊ ദേവിയെ വിളിച്ചിട്ട് തപസ് ചെയ്ത ഭക്തനെ അനുഗ്രഹിക്കണില്ലെങ്കിൽ എന്താ അതിന് കാരണം? ദേവിയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, ഭഗവാൻ എന്നോട് നല്ല സ്നേഹ. അങ്ങനെയല്ല. ഇപ്പോ പാർവതി കാന്താന്ന് വിളിച്ചിട്ടില്ലേ അനുഗ്രഹിക്കാറുള്ളത്? ഗംഗാകാന്താന്ന് വിളിച്ചായിരുന്നെങ്കിലോ ഇപ്പൊ പോയി അനുഗ്രഹിച്ചേനെ. ഇത് കേട്ടപ്പോ ദേവിക്ക് തോന്നി, അങ്ങനെയുണ്ടോ? ഗംഗാകാന്താന്ന് വിളിച്ച് അനുഗ്രഹിക്കുമായിരുന്നില്ലേ? ഇപ്പൊ പാർവതി കാന്താന്ന് വിളിച്ചിട്ടാണ് അനുഗ്രഹിക്കാത്തത്. ദേവി ഭഗവാന്റെ അടുത്ത് മുപ്പ തന്നെ പോകണം. നിങ്ങളുടെ ഉണ്ണിയുടെ അടുത്ത്. ഉണ്ണിയല്ലേ ഇരിക്കണോ? അങ്ങനെ പോക്കോളൂ. ഈ ഉണ്ണിയുടെ അടുത്തല്ല. പിന്നെ ആരാ? ആ ഉണ്ണി ഇരിക്കണു. ആ ഉണ്ണിയല്ല, പിന്നെ ആരാത്? അർജുനൻ. അർജുനന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ദേവി പൊക്കോളൂ. അതല്ല, ഭഗവാനും വരണം. ഞാൻ എന്തിനാ വരണത്? അനുഗ്രഹിക്കാൻ. അതിന് സമയമായിട്ടില്ല ദേവി. അനുഗ്രഹിക്കേണ്ട സമയമാകുമ്പോ ഞാൻ പോയി അനുഗ്രഹിച്ചോളാം. അല്ലാണ്ട് ദേവി പറയുമ്പോഴല്ല, ഞാൻ സമയമാകുമ്പോഴാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ എന്നോടെല്ലാം സ്നേഹമല്ലേ? പണ്ടത്തെ പോലുള്ള സ്നേഹമല്ലേ? എന്നെ വിളിച്ച് തപസ് ചെയ്യണ ഭക്തനായിട്ട് ഞാൻ അനുഗ്രഹിക്കാമോ? ഗംഗാകാന്താന്ന് വിളിച്ചായിരുന്നു അനുഗ്രഹിക്കില്ലായിരുന്നോ? അല്ലാതെ ആരാ പറഞ്ഞത്? നാരദരെല്ലാം പറഞ്ഞു. നാരദൻ ഇത് വന്ന് പറഞ്ഞതുകൊണ്ടാണ് ദേവി ഇപ്പൊ ഇങ്ങനെ വന്നതല്ലേ. അപ്പൊ ഒന്ന് ഒരു കാര്യം ചെയ്യാം. സമാധാനിപ്പിക്കാൻ, ദേവിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറപ്പെടാം. എന്നാ പോയി വേഷമൊക്കെ മാറിയിട്ട് വന്നോളൂ, ഞാൻ പുറപ്പെടാൻ തയ്യാറായിട്ടിരിക്കുക എന്നിങ്ങനെ പറഞ്ഞ് പാർവതി ദേവി വേഷമൊക്കെ മാറാനായിട്ട് പറഞ്ഞു വിട്ടു. വേഷമൊക്കെ മാറാനായിട്ട് പാർവതി ദേവി പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ എന്താ കാണുന്നത്? ഈ ഒരു കാട്ടാളൻ. അങ്ങോട്ട് പോയപ്പോ ഇവിടെ എൻ്റെ ഭർത്താവ് വരുന്നത്, തിരിച്ചു വന്നപ്പോ ഒരു കാട്ടാളനായി. ഏതായി കാട്ടാളൻ? ദേവി. കാട്ടാളനെ ദേവി എന്ന് വിളിക്കേ? ദേവി ഇത് ഞാനാ. ഭഗവാനെ കാട്ടാള വേഷത്തിലിരിക്കണത്. അതെന്താ ഭഗവാനെ ഈ കാട്ടാള വേഷത്തിലിരിക്കാനായിട്ട്? നല്ല വേഷം ഉണ്ടല്ലോ, നല്ല രൂപത്തിലിരുന്ന ആളല്ലേ, എന്തിനാ ഈ കാട്ടാള വേഷം? അതോ കാട്ടാള വേഷത്തിൽ വേണം കാട്ടിലേക്ക് പോകാൻ. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അർജുനന്, വിജയൻ, അവനെ നല്ല അഹങ്കാരമുള്ള ആളാണ്. ഈ അർജുനന്റെ മനസ്സിലെ ഗർവിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേഷം ധരിച്ചത്. എന്നാ ഞാൻ വന്നില്ല. വന്നില്ല, വേണ്ട, അവിടെ ഇരുന്നു. അതല്ല, എനിക്കും വരണം. വരണമെങ്കിൽ കൂടെ പോരെ? അങ്ങനെയല്ല, ഞാൻ വരണമെങ്കിൽ ഈ കാട്ടാളന്റെ കൂടെ വന്നാൽ ആളുകൾ പറയില്ലേ, ദേ പോണ കണ്ട ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു കാട്ടാളുടെ നിങ്ങളെ നോക്കണം. അവിടെ ആരുമില്ല.
ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു കാട്ടാളുടെ കൂടെ ഒരു കാട്ടാളത്തിൽ പോകണം, ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ പോകണമെന്നാണ് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞാൽ ആളുകളൊക്കെ വിചാരിക്കും ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കാട്ടാളിനെ കിട്ടിയാൽ മതി അവരുടെ കൂടെ പോകുന്നേ. അപ്പം അങ്ങനെ വിചാരിക്കണ്ട, എനിക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല. എന്നാ വേണ്ട പഠിക്കുന്നോ ഇല്ല, ഞാനും വരും. അനുഗ്രഹിക്കണോ എനിക്ക് അറിയണമല്ലോ. എന്നാ എനിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വേഷത്തിൽ പുറപ്പെട്ടോളൂ. പാർവതി ഇതിങ്ങനെ പറഞ്ഞ സമയത്തെങ്കിൽ എന്നുണ്ടായത് ആ ഭഗവാന് അനുയോജ്യമായിട്ടുള്ള കാട്ടാളത്തിയുടെ വേഷം ധരിച്ച് അവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് ആ കാട്ടിലേക്ക് എത്തിയ സമയത്തെങ്കിൽ അവിടെ ആ പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അർജുനന്റെ സമീപത്തെങ്കിലെത്തി. അർജുനന്റെ സമീപത്തെങ്കിൽ കഴിഞ്ഞപ്പോ അർജുനൻ ഇതൊന്നും കാണാനില്ല. ഭഗവാൻ കാട്ടാളന്മാരും കാട്ടാളത്തിമാരൊക്കെ ആയിട്ട് ഇങ്ങനെ വരണത് കാണാനില്ല. അർജുനൻ ഇങ്ങനെ ഘോരായിട്ടുള്ള തപസ. ഈ സമയത്തെങ്കിൽ അർജുനനെ വിഗ്രഹിക്കണം നിശ്ചയിച്ച് ദുര്യോധനൻ ഒരു അസുരനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ ഈ അസുരന്റെ പേരെന്നറിയോ? മൂകാസുരൻ. എന്താ ഈ അസുരന്റെ പ്രത്യേകത? ഏത് വേഷത്തിലും പോവാ. നടക്കണ കണ്ടു കഴിഞ്ഞാൽ ഏതായി പന്നി,